അങ്ങനെ പള്ളിമുക്കാരെ ക്ഷമയും സമാധാനവും നശിപ്പിച്ച ആ പാലം ഓപ്പൺ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ഒക്കെ ഈ റെയിൽവേ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പെട്ട് കിടന്നപ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഈ പാലം ഒന്ന് ഓപ്പൺ ആയിരുന്നെങ്കിൽ നാശം ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന് വിചാരിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. ഇല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉടനെ കാണും. ഇത് ഓൾറെഡി ഇത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ അതിൻ്റെ പണി ഫുള്ളും തീർന്നിട്ടില്ല. ജസ്റ്റ് വണ്ടി കയറി നമുക്ക് അപ്പുറത്ത് ഇറങ്ങാമെന്നുള്ളൂ, പണി ഫുള്ളും തീർന്നിട്ടില്ല. ഈ പാലത്തിനെ പറ്റി ഏറ്റവും അവസാനം വീഡിയോ ചെയ്യുന്ന വ്യക്തി ഞാനാണ്. ഞാൻ കുറച്ച് ബിസിയും കാര്യങ്ങളായിരുന്നു, അതുകൊണ്ടായിരുന്നു വീഡിയോ ഇടായിരുന്നത്. രാവിലെ 11 മണിക്ക് ഒരു വീഡിയോ, വൈകുന്നേരം 6 മണിക്ക് ഒരു വീഡിയോ, അങ്ങനെ ഇട്ട് പൊക്കോണ്ടിരുന്നതാണ്. ഈ ഇടയായിട്ടെങ്കിലും ഇപ്പം എൻ്റെ പേജ് നോക്കിയാൽ മനസ്സിലാവും 2 ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യത്തില്ല. എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് വൈകിട്ട് 6 മണിക്കും വീഡിയോ കാണും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യുക, യൂട്യൂബിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഫേസ്ബുക്കിലും പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നമ്മളെ കൊല്ലത്തെ പറ്റി തന്നെ ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, നമ്മളെ കൊല്ലത്ത് ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട്. നമ്മളിത് കാണാതെ പോണതാ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് നമ്മളെ കൊല്ലത്ത് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.